തെറ്റിദ്ധാരണകളാണ്. അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് നേരിൽ കണ്ട കാര്യങ്ങളാണോ തെറ്റുകാരണങ്ങൾ? നേരിട്ട് കണ്ട കാര്യം ക്രിയേറ്റ് ചെയ്താണെങ്കിലോ? ജാതകത്തിൽ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിയാതെ ശാന്തി മുഹൂർത്തം നടത്തിയാലേ ഭർത്താവിന് പെടുമരണം ഉണ്ടാവൂന്ന്. എന്റെ ദീപുവിനെ എനിക്ക് ജീവിതകാലം മുഴുവനും വേണം. പെടുമരണത്തിനൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇതൊക്കെ ഒന്ന് നേരത്തെ പറയണ്ടായിരുന്നോ നന്ദു? നേരത്തെ പറഞ്ഞിട്ട് എന്തിനാ? 3 മാസം കഴിഞ്ഞിട്ട് മതിയായിരുന്നു കല്യാണം. നാശം. ജീവിതം തന്നെ കാക്കുത്തിയ മട്ടായി. കല്യാണം വേണ്ടായിരുന്നു. നിന്നെ ഞാൻ ഇങ്ങനെ ഇട്ട് ജീവിതകാലം മുഴുവനും കുരങ്ങ് കളിപ്പിക്കും. മോളെ, ദൃഷ്ടിദോഷം മാറാനാ. അഷ്ടഗന്ധം, സാമ്പ്രാണി, ചന്ദനലേപനം. മകളെ, ആട്ട് തൊട്ടിലിട്ട് ആട്ട്. ഇതൊക്കെ കാണുമ്പോഴേ അകത്ത് കയറി 2 പെടപെടയ്ക്കാനാ തോന്നുന്നത്. നാശം. അമ്മയ്ക്ക് എവിടുന്ന് കിട്ടി ഈ മുല്ലപ്പൂമാല? കടയിൽ നിന്ന് വാങ്ങിയതാണോ? ഇല്ല മോളെ, നമ്മുടെ മുറ്റത്ത് ഒരു കുറ്റിമുല്ല പൂത്ത് നിപ്പുണ്ട്. മോള് കുളിക്കാൻ കയറിയ സമയത്ത് അമ്മ ഇരുത്തെടുത്ത് കെട്ടിയ മാല ഇത്. മോളിരിക്കെ. അമ്മ ഒരു കാര്യം പറഞ്ഞ മോള് കേക്കോ? അമ്മ എന്ത് കാര്യം പറഞ്ഞിട്ടാ ഞാൻ കേൾക്കാതിരുന്നിട്ടുള്ളത്? കേക്കൂന്ന് അമ്മയ്ക്ക് അറിയാം, അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നത്. എന്റെ മോളെ രാജുവിനോടുള്ള പിണക്കം അവസാനിപ്പിക്കണം. പെൺകുട്ടികൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കരുതലും സ്നേഹവും കിട്ടേണ്ടത് ഭർത്താവിൽ നിന്ന്. ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ കൂടെ ഉണ്ടാവണം. ഏറ്റവും കൂടുതൽ സ്നേഹം ഭർത്താവിൽ നിന്ന് ഭാര്യ അനുഭവിക്കുന്നതും ആ സമയത്തായിരിക്കണം. എനിക്കതിനുള്ള ഭാഗ്യമില്ലെന്ന് ഞാൻ കരുതിക്കോളാം. നിനക്കതിനുള്ള വലിയ സൗഭാഗ്യമുണ്ട്. രാജു നല്ലവനും ശുദ്ധ പാവവുമാ. അമ്മേ, ആ മാറ്റർ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ മാറ്റർ അമ്മയ്ക്ക് പറയാനുള്ളൂ. ഈ സമയത്ത് ടെൻഷൻ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളും പറയാനോ കേൾക്കാനോ പാടില്ല. മോൾ അതിനുള്ള സാഹചര്യം ഒരുക്കരുത്. എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം മോളുടെ തെറ്റിദ്ധാരണയായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്റെ മോള്
രാജുവിനോട് പിണങ്ങരുത്. പിന്നീട് വിഷമിക്കേണ്ടി വരും. അത്ര മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ. രാജു, നടന്നത് എന്താണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മയെ വിഷമിപ്പിക്കുന്നില്ല. വേണ്ട, ഒന്നും ഓർക്കണ്ട. അതാ നല്ലത്. എന്തായാലും വരുന്ന പോലെ വരട്ടെ. പുറത്ത് എത്ര നേരം വേണമെങ്കിലും ചിലവഴിക്കാം. വീട്ടിൽ വന്ന് കയറിയുണ്ടല്ലോ, അപ്പ ടെൻഷനാ. ഒരുത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കല്ലേ? സർ, എൻ്റെ ഒരു അപേക്ഷ ഞാൻ തുറന്നു പറയട്ടെ. അപേക്ഷയായിട്ട് മാത്രം സാർ അതിനെ കണ്ടാൽ മതി. നീ കാര്യം പറയും. സാറും അമ്മയും തമ്മിൽ പരസ്പരം തുറന്ന് സംസാരിക്കാൻ തയ്യാറാവണം. അമ്മയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണം. കാരണം സാറും മനസ്സിൽ കൊണ്ട് നടക്കുന്നതെല്ലാം തെറ്റിദ്ധാരണകളാണ്. അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് നേരിൽ കണ്ട കാര്യങ്ങളാണോ തെറ്റുകാരണുള്ളത്? നേരിട്ട് കണ്ട കാര്യം ക്രിയേറ്റ് ചെയ്താണെങ്കിലോ? ഋതികയുടെ മുറി ചെന്നാലേ നിനക്കൊരു കാഴ്ച കാണാം. പത്മ എങ്ങനെയാണ് മകളെ നോക്കുന്നതെന്നും സ്നേഹിക്കുന്നതെന്നും നിനക്ക് കാണാം. ഒന്ന് ചെന്ന് കാണു പ്രതാപ. എനിക്കതൊന്നും കാണണ്ട. എനിക്കതിനല്ല നേരം. ഇത് മോള് കഴിക്കേ, മോൾക്ക് ഇഷ്ടപ്പെടും. ഇത് കൊള്ളാം. ഇതിന് ലേശം പുളിയുണ്ട്. മോളുടെ അടുത്തിരിക്കാനും മോളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനും അമ്മയ്ക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? ഇഷ്ടമുള്ള എന്താന്ന് പറഞ്ഞാൽ മതി, അമ്മ വരുത്തിത്തരാം.